നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയുടെ 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അംഗീകാരം നൽകി. സാമ്പത്തിക മേഖലയിൽ രാജ്യം ലക്ഷ്യമിടുന്ന മുന്നേറ്റം അടിവരയിടുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം. മന്ത്രിസഭാ യോഗം അംഗീകരിച്ച ബജറ്റ് അടുത്ത വർഷം $306 ബില്യൺ വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് 2026 പൊതു ബജറ്റ് പ്രഖ്യാപിച്ചു. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അംഗീകരിച്ച ബജറ്റ് വിഷൻ 2030 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ രാജ്യം എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് വ്യക്തമാക്കുന്നു. 1.15 ട്രില്യൺ സൗദി റിയാൽ, അതായത് ഏകദേശം $306 ബില്യൺ വരുമാനമാണ് 2026 സൗദി പ്രതീക്ഷിക്കുന്നത്. ഇത് മുൻ വർഷത്തെ കണക്കിനേക്കാൾ 5.1% കൂടുതലാണ്. എണ്ണേതര മേഖലയിലെ വളർച്ചയാണ് ഈ വരുമാന വർധനവിന് പ്രധാന കാരണം. അതേസമയം 2026 മൊത്തം ചെലവ് 1.31 ട്രില്യൺ റിയാലായി നിജപ്പെടുത്തിയിട്ടുണ്ട്. 2025 ചെലവിനേക്കാൾ ഇത് കുറവാണ്. രാജ്യത്തിന്റെ ബജറ്റ് കമ്മി കുറയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അംഗീകരിച്ച ബജറ്റ് പ്രകാരം കമ്മി GDPയുടെ 3.3% അതായത് 165 ബില്യൺ റിയാലായി കുറയും. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്ന പുതിയ നയങ്ങളും പദ്ധതികളുമാണ് ഇതിന് കാരണം. പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഗീഗ പ്രൊജക്ടുകൾ വേഗത്തിലാക്കുക എന്നിവയ്ക്ക് ബജറ്റ് പ്രഥമ പരിഗണന നൽകുന്നതായി കിരീടാവകാശി പറഞ്ഞു. വിഷൻ 2030 ഫലമായി എണ്ണേതര മേഖല 4.8% വളർച്ച രേഖപ്പെടുത്തിയെന്നും ഇത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നും കിരീടാവകാശി പറഞ്ഞു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. കുവൈറ്റ് എലത്തൂർ അസോസിയേഷനും കെഫാക്കും ചേർന്ന് സംഘടിപ്പിച്ച 5ാമത് സൗത്ത് ഏഷ്യൻ KE ചാമ്പ്യൻസ് ട്രോഫി 2025 ഫുട്ബോൾ ടൂർണമെന്റിൽ മാക് കുവൈറ്റ് FC ചാമ്പ്യന്മാരായി. ലാംകോ എഞ്ചിനീയറിംഗ് FCയെ 1 ഗോളിനാണ് പരാജയപ്പെടുത്തിയത്. സിൽവർ സ്റ്റാർ FC സെക്കൻഡ് റണ്ണേഴ്സായി. മുഹമ്മദ് റിയാസ്, സുനിൽ കണ്ണാടിപ്പുറത്ത് എന്നിവർ ചേർന്ന് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. 18 ടീമുകൾ പങ്കെടുത്ത മത്സരങ്ങൾ കെഫാക്ക് റഫറി പാനൽ നിയന്ത്രിച്ചു. മികച്ച കളിക്കാരനായി മാക് കുവൈറ്റ് FCയിലെ റഷീദും മികച്ച ഗോൾ കീപ്പറായി സുബിനും തെരഞ്ഞെടുക്കപ്പെട്ടു. ബിഗ് ബോയ്സ് FCയിലെ ആൽവിൻ, മാഹിർ എന്നിവർ ടോപ്പ് സ്കോറേഴ്സായി. 5ാമത് റെഡ് സീ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് നാളെ ജിദ്ദയിൽ തുടക്കമാകും. ലോകമെമ്പാടുമുള്ള സിനിമകളെയും സിനിമാ പ്രവർത്തകരെയും ഒരൊറ്റ വേദിയിൽ അണിനിരത്തുക എന്ന ലക്ഷ്യമാണ് മേളയിൽ ഉദ്ദേശിക്കുന്നത്. പ്രാദേശിക അന്താരാഷ്ട്ര സിനിമകൾക്ക് വലിയ പ്രോത്സാഹനമാണ് മേള നൽകുക. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇന്ത്യൻ സിനിമകളും പ്രദർശിപ്പിക്കും. ജിദ്ദയിലെ ബലദിൽ നാളെ ആരംഭിക്കുന്ന 5ാമത് റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ ഇത്തവണയും ലോക ചലച്ചിത്ര ഭൂപടത്തിൽ സൗദിയുടെ സ്ഥാനം ഉറപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യുവ ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു ആഗോള പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിനൊപ്പം അറബ് മേഖലയിലെ സിനിമയുടെ വളർച്ചയെ ഈ മേള വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫീച്ചർ ഫിലിമുകൾ, ഡോക്യുമെന്ററികൾ, ഹ്രസ്വചിത്രങ്ങൾ എന്നിവ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ 2 ചിത്രങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ഇത്തവണ മേളയിലെത്തുന്നത്. വിന്റേജ് സിനിമയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന ക്ലാസിക് ചിത്രമായ ഉംറാവു ജാൻ, സമകാലിക ഇന്ത്യൻ സിനിമയുടെ പ്രതീക്ഷയുണർത്തുന്ന ഏർലി ഡേയ്സ് എന്നിവയാണ് ഇന്ത്യൻ സിനിമകൾ. കൂടാതെ ബോളിവുഡ് താരം ഐശ്വര്യ റായ്, ഇന്ത്യൻ സിനിമയുടെ നിത്യഹരിത നായിക രേഖ എന്നിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമാകും. സാങ്കേതിക വിദ്യയിലെ പുതിയ പ്രവണതകളും സിനിമയുടെ ഭാവി സാധ്യതകളും ചർച്ച ചെയ്യാൻ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രവർത്തകർ ജിദ്ദയിൽ സംഗമിക്കും. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ചലച്ചിത്ര പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനും അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി റെഡ് സീ സൂക്ക് ഒരുക്കിയിട്ടുണ്ട്. സിനിമകൾ വാങ്ങാനും വിൽക്കാനും നിർമ്മാണത്തിന് പണം കണ്ടെത്താനും സാധിക്കുന്ന പ്രധാന വിപണിയായി ഈ സൂക്ക് പ്രവർത്തിക്കും. പുതിയ സിനിമകൾക്ക് ധനസഹായം നൽകുന്നതിനായി റെഡ് സീ സൂക്ക് വലിയ ഗ്രാന്റുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലീൽ കണമംഗലം, 24 ജിദ്ദ. സൗദി അറേബ്യയിലെ അൽ ഖസീമിൽ സിംഗിംഗ് സ്റ്റാർസിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. കലോത്സവ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷത്തിൽ 100ഓളം വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരം താര രഞ്ജിത്ത് മുഖ്യ അതിഥിയായിരുന്നു. +2 SSLC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സജി ജോബ് തോമസ് നേതൃത്വം നൽകി. 9ാമത് BKS DC അന്താരാഷ്ട്ര പുസ്തകോത്സവവും കൾച്ചറൽ കാർണിവലും നാളെ മുതൽ ഈ മാസം 14 വരെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ത്യൻ അംബാസിഡർ മുഖ്യാതിഥിയായി പങ്കെടുക്കും.
ബഹ്റൈൻ കേരളീയ സമാജവും ഇന്ത്യയിലെ പ്രമുഖ പ്രസാധകരുമായ DC ബുക്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 9ാമത് BKSDC അന്താരാഷ്ട്ര പുസ്തകോത്സവവും കൾച്ചറൽ കാർണിവലും ഡിസംബർ 4 മുതൽ 14 വരെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. എല്ലാ വർഷവും നടത്തിവരുന്ന അന്താരാഷ്ട്ര പുസ്തകമേള ഇപ്രാവശ്യവും പതിപോലെ ബഹ്റൈൻ കേരളീയ സമാജവും DC ബുക്സും സംയുക്തമായാണ് ഈ പുസ്തകമേള സംഘടിപ്പിക്കുന്നത്. നിരവധി എഴുത്തുകാർ ഇപ്രാവശ്യം വരുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരുടെയും സെലിബ്രിറ്റികളുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന പുസ്തകമേളയിൽ ബഹ്റൈനിലെ 7ഓളം മലയാളി എഴുത്തുകാരുടെ പുസ്തകങ്ങളും പ്രകാശനം ചെയ്യും. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ദിവസേന 7:30 കൾച്ചറൽ പ്രോഗ്രാമുകളും തുടർന്ന് പ്രമുഖ എഴുത്തുകാരുമായുള്ള സംവാദങ്ങളും ഉണ്ടായിരിക്കും. 1 ലക്ഷത്തോളം പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുന്ന പുസ്തകമേളയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പുസ്തക ശേഖരവും ഉണ്ടാകും. ഡിസംബർ 4-ാം തീയതി വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് K. ജേക്കബ് മുഖ്യാതിഥിയായും പ്രമുഖ കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. രാവിലെ 9 മുതൽ രാത്രി 10:30 വരെ സമയം ക്രമീകരിച്ചിരിക്കുന്ന പുസ്തകമേളയിൽ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 7:30 തുടങ്ങുന്ന സാംസ്കാരിക പരിപാടികളിൽ ഗസൽ സന്ധ്യ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ, ബഹ്റൈനിലെ മറ്റു രാജ്യ കലാകാരന്മാരുടെ സാംസ്കാരിക പരിപാടികൾ, ആർദ്രഗീത സന്ധ്യ, നൃത്തനൃത്യങ്ങൾ, ഡാൻസ് ഡ്രാമ, മ്യൂസിക് ബാൻഡ് തുടങ്ങി നിരവധി പരിപാടികളോടൊപ്പം ദിവസേന സ്പോർട്സ് ക്വിസും നടക്കും. പുസ്തകമേളയോടനുബന്ധിച്ച് സമാജം ഫോട്ടോഗ്രാഫി ക്ലബിന്റെ നേതൃത്വത്തിൽ ഫോട്ടോഗ്രാഫി എക്സിബിഷനും ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആർട്ട് ആൻഡ് പെയിന്റിംഗ് എക്സിബിഷനും നടക്കും. സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ആഷ്ലി കുര്യൻ മഞ്ഞുല കൺവീനറായും, ജോയ് പോളി, സവിത സുധീർ, സിൻഷ വിദേശ് എന്നിവർ ജോയിന്റ് കൺവീനർമാരായും 150 പരം അംഗങ്ങളുള്ള സംഘാടക സമിതിയാണ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്നത്. പുസ്തകങ്ങൾ കാണുവാനും വാങ്ങിക്കുവാനും സാംസ്കാരിക പരിപാടികളും എക്സിബിഷനുകളും കാണുവാനും കേരളത്തിൽ നിന്നും എത്തുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളുമായി സംവദിക്കാനും ഏവരെയും സമാജത്തിലേക്ക് ക്ഷണിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. 24 ബഹ്റൈൻ. മുഹറഖ് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ 4ാം പതിപ്പിന് തുടക്കമായി. ബഹ്റൈന്റെ ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഫെസ്റ്റിവൽ നടത്തുന്നത്. സെലിബ്രേറ്റ് ബഹ്റൈൻ സീസണിന്റെ ഭാഗമായും ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ചും നടക്കുന്ന മുഹറഖ് നൈറ്റ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പങ്കെടുത്തു. മുഹറഖ് നൈറ്റ്സിന്റെ 4ാം പതിപ്പ് ഡിസംബർ 30 വരെ ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ വൈകിട്ട് 5 മുതൽ രാത്രി 10 മണി വരെയും വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 12 മണി വരെയും നടക്കും. സ്കെച്ചിംഗ് ടൂറുകൾ, ഫോട്ടോഗ്രാഫി ടൂറുകൾ, പേളിംഗ് പാത്ത് ഹെറിറ്റേജ് ടൂറുകൾ, ബഹ്റൈൻ സ്റ്റുഡന്റ്സ് ആർക്കിടെക്ചർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മാരി ടൈം ടെയിൽസ് എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പൈതൃക അനുഭവങ്ങളും ഫെസ്റ്റിവൽ വാഗ്ദാനം ചെയ്യുന്നു. സാംസ്കാരിക സ്കൂട്ടർ ടൂറുകൾ, സാഹിത്യ ടൂറുകൾ, പേൾ മ്യൂസിയത്തിലെ പ്രത്യേക ടൂറുകൾ, സിയാദി മജ്ലിസ് എന്നിവയും ലഭ്യമാണ്. നഗരത്തിന്റെ സമ്പന്നവും ഊർജ്ജസ്വലവുമായ ചരിത്രത്തെ ആഘോഷിക്കുന്ന ഖല്ലത് ബുമാഹിർ മുതൽ പേൾ മ്യൂസിയം, സിയാദി മജ്ലിസ് വരെയുള്ള പേളിംഗ് പാതയിലൂടെയാണ് ആഘോഷങ്ങൾ നടക്കുക. ബഹ്റൈന്റെ സ്വത്വത്തെയും മുഹറക്കിന്റെ ദീർഘകാല പൈതൃകത്തെയും ആഘോഷിക്കുന്ന മുഹറഖ് നൈറ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ബഹ്റൈൻ സീസൺ കലണ്ടറിലെ ഒരു പ്രധാന സംഭവമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ അഭിപ്രായപ്പെട്ടു. 24 ബഹ്റൈൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ബലാത്സംഗ കേസെടുത്ത് പോലീസ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് DGPക്ക് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോടും മോശമായി പെരുമാറിയെന്ന് KPCC സംസ്കാര സാഹിത്യ ജനറൽ സെക്രട്ടറി MA ഷഹനാസ് ആരോപിച്ചു. രാഹുലിനെതിരായ പല പരാതികളും ഷാഫി പറമ്പിലിന് ലഭിച്ചിരുന്നു എന്നും ഷഹനാസ് വെളിപ്പെടുത്തി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് DGPക്ക് കൈമാറിയ പരാതിയിലാണ് രാഹുലിനെതിരെ 2ാമത്തെ കേസ്. ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലാണ് ഇന്നലെ യുവതിയുടെ പരാതി എത്തിയത്. കേസിൽ പരാതിക്കാരിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ദിവസം രേഖപ്പെടുത്തും. ഇമെയിൽ വഴിയാണ് KPCC അധ്യക്ഷന് പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നോടും മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലുമായി KPCC സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസ് രംഗത്തെത്തി. കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന്. രാഹുലിനെതിരെ പല പരാതികളും ഷാഫി പറമ്പിലിന് ലഭിച്ചിരുന്നു. രാഹുലിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം നേരിട്ട യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകരെ നേരിട്ടറിയാം. ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൽ വനിതകൾക്ക് പ്രവർത്തിക്കാനാവാത്ത സാഹചര്യമായിരുന്നുവെന്നും രാഹുലിന്റെ ഗാർഡിയനാണ് ഷാഫി പറമ്പിലെന്നും
ഷഹനാസ് ആരോപിച്ചു. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പ്രസിഡന്റ് ആക്കരുത് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാലോ, ഷാഫി പറമ്പിൽ ഇന്നിവിടെ ഉള്ള MP നമ്മുടെ കൂടെയുള്ള ആളാണല്ലോ, അദ്ദേഹത്തിനോട് ചോദിക്കൂ. അദ്ദേഹം നിരാകരിക്കുകയാണെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ കാണിക്കാം. 24 കോഴിക്കോട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ MP. രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ടെന്നും പരാതി വന്നതിനു ശേഷം രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാലക്കാട് നഗരസഭയിൽ ഇത്തവണ UDFന് അനുകൂലമായ സാഹചര്യമാണെന്നും ഭരണം തിരിച്ചുപിടിക്കുമെന്നും ഷാഫി പറമ്പിൽ MP 24നോട് പറഞ്ഞു. ഷഫിക്ക്, എങ്ങനെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രീതിയൊക്കെ? പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് BJPക്ക് ഏറെ സ്വാധീനമുള്ള ഒരു നഗരസഭയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ആണ് അധികാരത്തിലുള്ളത്. തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും പാലക്കാടിന് അങ്ങനെ ഒരു ആത്മവിശ്വാസവും ഉണ്ട്, അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ട്. കാരണം 10 വർഷം തുടർച്ചയായിട്ട് കൊടുക്കുമ്പോൾ അവർ വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ചൂണ്ടിക്കാണിച്ചിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഫണ്ട് പ്രഖ്യാപനങ്ങൾ പലതും ഉണ്ടായിട്ട് പോലും അതൊന്ന് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ ഈ നഗരസഭക്കകത്തുള്ളവർക്കൊട്ടും സാധിച്ചിട്ടില്ല. ലഭ്യമായ ഫണ്ട് പോലും പോസിറ്റീവായിട്ടൊരു യൂസേജിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വേണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ കാലാവസ്ഥയിലും UDFന് അനുകൂലമായ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഉണ്ട്. അതുകൊണ്ട് നഗരഭരണത്തിൽ ഇത്തവണ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ UDFനെ പിന്തുണക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിമത ശല്യം വലിയ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഒരു 15ഓളം വിമതരെ കോൺഗ്രസ് പുറത്താക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഈ വിമത ശല്യമൊക്കെ കോൺഗ്രസിന് എഫക്റ്റീവ് എന്ന് തോന്നുന്നു. കമ്പാരിറ്റീവ്ലി ഇത്തവണ കുറവാണ്. സാധാരണ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ മാത്രമല്ല, സ്റ്റേറ്റ് വൈഡ് തന്നെ ഇപ്രാവശ്യം നല്ല കുറവുണ്ട്. കാരണം പ്രിപ്പറേഷൻസ് വളരെ നേരത്തെ തുടങ്ങിയായിരുന്നു. മുന്നൊരുക്കങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അത് ചെയ്ത് വെച്ച് കുറേയൊക്കെ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, വാർഡ് സ്ഥാനാർത്ഥികളെ മിക്കതും 90%-ലധികം താഴെത്തട്ടിൽ തന്നെയാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ രാഹുൽ സജീവമായിരുന്നു. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഇപ്പോൾ കോടതി ഇന്ന് പരിഗണിക്കുന്ന ഒരു വേളയിൽ കൂടി അത് തിരിച്ചടിയാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ഇപ്പോൾ ഇങ്ങനെ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുള്ള പാർട്ടി നടപടി എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഇത്തരം രേഖാമൂലമുള്ള പരാതി വന്ന ശേഷമൊന്നും പാർട്ടി വേദിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ. തിരിച്ചടിക്കില്ല, ഭരണം തിരിച്ചുപിടിക്കും. അല്ല, ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനും സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യവും ഇവിടുത്തെ വികസന പ്രശ്നങ്ങളെയാണ് ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് മാറുന്നത്. അത് ഞങ്ങൾക്ക് അനുകൂലമാണ്. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ വയോധികയെ ആക്രമിച്ച് പെരുവഴിയിൽ ഉപേക്ഷിച്ച സംഭവം ബലാത്സംഗ ശ്രമം എന്ന് പോലീസ്. പീഡന ശ്രമത്തിനിടെ 85-കാരി ബഹളം വെച്ചപ്പോൾ പ്രതി കമ്പി കൊണ്ട് തലക്കടിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ വെഞ്ഞാറമൂട് സ്വദേശി അഖിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയിലേക്ക് എത്താൻ നിർണായകമായ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി വിശദാംശങ്ങളുമായി ചേരുന്നു. മേഘന, എപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം? ഇന്ന് ഉച്ചയോടെയാണ് വെഞ്ഞാറമൂട്ടിൽ നിന്ന് ക്രൂരതയുടെ വാർത്ത പുറത്തു വരുന്നത്. 85 വയസ്സുകാരിയായ വയോധികയെ റോഡരികിൽ ആക്രമിച്ച ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ നാട്ടുകാരും പോലീസും ദുരൂഹമെന്ന് പറഞ്ഞതാണ്. പിന്നീട് തൊട്ടടുത്തുള്ള ഒരു പഴയ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തിയിരുന്നു. അതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വയോധികയ്ക്ക് നേരെ ഒരു ബലാത്സംഗ ശ്രമം ഉണ്ടായി, പീഡന ശ്രമത്തിന് ശേഷമുള്ള ആക്രമണമാണ് എന്നുള്ളത് കണ്ടെത്തുന്നത്. അതിൽ പ്രധാനമായും പോലീസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ വയോധിക തൊട്ടടുത്തുണ്ടായിരുന്ന ലോട്ടറി വിൽക്കുന്ന യുവാവിനോട് ചായ കുടിക്കാൻ പൈസ ചോദിച്ചു. അതിനുശേഷം ഈ യുവാവ് ഈ വയോധികയെ വലിച്ചിഴച്ച് തൊട്ടടുത്തുള്ള പഴയ കെട്ടിടത്തിൽ കൊണ്ടുപോവുകയും പീഡനശ്രമം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അത് തടഞ്ഞപ്പോൾ വയോധിക ബഹളം വെച്ചു, അതുപോലെ തന്നെ അത് തടുക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്ന കമ്പിപ്പാരയെടുത്ത് തലയ്ക്ക് ആക്രമിക്കുകയായിരുന്നു, തലയ്ക്ക് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വയോധിക ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പ്രതിയായിട്ടുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസും പറയുന്നത് ഇതൊരു ബലാത്സംഗ ശ്രമമായിരുന്നു. 85 വയസ്സായിട്ടുള്ള വയോധികയ്ക്ക് നേരെയുണ്ടായ ഒരു ബലാത്സംഗ ശ്രമം എന്നുള്ളത് തന്നെയാണ് പോലീസും പറയുന്നത്. ഇപ്പോൾ പ്രതി കസ്റ്റഡിയിലുണ്ട്. പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും പ്രതി കസ്റ്റഡിയിലുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളടക്കം തന്നെയാണ് ഇതിലെ ഏറ്റവും നിർണായകം. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് ഈ ഒരു സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ഈ പ്രതിയായിട്ടുള്ള ലോട്ടറി വിൽപ്പനക്കാരനായിട്ടുള്ള യുവാവിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ശരി, മേഘന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇന്ത്യൻ 2020 ടീമിൽ സ്ഥാനം നിലനിർത്തി മലയാളി താരം സഞ്ജു സാംസൺ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജു ഇടം പിടിച്ചു. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീമിൽ പരിക്ക് ഭേദമായി വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഹാർദിക് പാണ്ഡ്യയും തിരിച്ചെത്തി. ജസ്പ്രീത് ബുംറ, തിലക് വർമ്മ, കുൽദീപ് യാദവ് തുടങ്ങിയ പ്രമുഖ താരങ്ങളെല്ലാം ടീമിലുണ്ട്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്ക് ചൊവ്വാഴ്ചയാണ് തുടക്കമാവുക.
ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.